നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പമ്പാ സംഗമം നടന്നു. പമ്പാ മണപ്പുറത്ത് നടന്ന പരിപാടി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷം വിപുലമായ പമ്പാ സംഗമം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രണ്ടായിരത്തി 2018 പ്രളയത്തിന് ശേഷം നിലച്ചുപോയ പമ്പാ സംഗമം ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം വീണ്ടും നടന്നത്. ശബരിമലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പമ്പാ സംഗമ സാംസ്കാരികോത്സവം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. തത്വമസിയുടെ സന്ദേശം ഉൾക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ച് അടുത്ത വർഷം വിപുലമായ സംഗമം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ. പമ്പാ സംഗമം സംഘടിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ദേവസ്വം വകുപ്പ് സ്വാഗതം ചെയ്യും. തിരിച്ചൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചത് അടുത്ത വർഷം മുതൽ കുറേ കൂടി നേരത്തെ വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ ഈ സംഗമം സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കണമെന്നുകൂടിയുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് അടുത്ത വർഷം ആ അർത്ഥത്തിൽ നടപ്പിലാക്കും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. 50 വർഷമായി ശബരിമലയിലെത്തുന്ന തനിക്ക് പമ്പാ സംഗമത്തിൽ തിരിതെളിയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത നടൻ ജയറാം. പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരു മണ്ഡലകാലം വളരെ സുഖകരമായി മുന്നോട്ട് നയിച്ച ടീമിൻ്റെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീവാസവൻ സർ, ശബരിമലയിലെ പ്രവർത്തനങ്ങൾ വളരെ ഈ ദിവസം എന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം തന്നെയായിരിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MLA മാരായ K ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ് സന്നിധാനം.